പ്രഗ്നൻസിയിൽ സെക്കൻഡ് ട്രൈമസ്റ്റർ ആയോ? ബേബിയുടെ മൂവ്മെൻറ്റ് ലൈറ്റായിട്ട് അറിഞ്ഞു തുടങ്ങിയോ? വീട്ടിലെല്ലാവരും എക്സൈറ്റഡ് ആയിരിക്കും അല്ലേ? എന്നാൽ ഒരുപാട് വിശപ്പ്, ബെല്ലി വലുതാവുന്നതുകൊണ്ടുള്ള ബാക്ക് പെയിൻ, സ്ട്രെച്ച് മാർക്സ്, സ്വെല്ലിംഗ്, ഹെമറോയിഡ്സ്, ലെഗ് ക്രാംപ്സ്, സ്കിൻ ഇച്ചിങ് ഇതൊക്കെ സഹിച്ചാവും അമ്മയായിരിക്കുന്നത്. ഇവയൊക്കെ മാനേജ് ചെയ്യാൻ കുറച്ച് പോസസ് അമ്മയ്ക്ക് ചെയ്യാം. ചെയ്യുന്നതിന് മുന്നേ ഡോക്ടറുടെ സമ്മതം മേടിച്ചോളൂ കേട്ടോ. ഹസ്ത ഉത്താനാസൻ ഓർ ഹാൻഡ്സ് അപ്പ് പൊസിഷൻ. അതിനായി 1 ഫുട്ട് ഡിസ്റ്റൻസിൽ കാല് വയ്ക്കുക. പിന്നീട് 2 കൈയും ഷോൾഡറിൻ്റെ അതേ ലെവലിൽ സ്ട്രെച്ച് ചെയ്തുകൊണ്ട് പോക്കുക. എന്നിട്ട് ചെവിയുടെ അതേ ലെവലിലാവുമ്പോൾ ബ്രീത്ത് ഇൻ, കർവ് യുവർ ബാക്ക് ബാക്ക്വേർഡ്സ്. ഇതിൽ ശ്രദ്ധിക്കണം, നമ്മളുടെ ഹിപ്പ് ഇങ്ങനെ മുമ്പോട്ട് ഉന്താൻ പാടില്ല. ഹിപ്പ് ഇൻ ദ സെൻറ്റർ, ഓൺലി യുവർ അപ്പർ ബോഡി കർവ്സ് ബാക്ക്വേർഡ്സ്. അത് ഇത്രേ കർവ് ചെയ്യണമല്ലോന്നുണ്ടെങ്കിൽ ധാരാളം. എത്രയായാലും ഡു യുവർ മാക്സിമം ആൻഡ് സ്റ്റേ ദർ ബ്രീത്തിങ് ഇൻ ആൻഡ് ഔട്ട്. സ്ലോലി കം ബാക്ക്. ഇത് കഴിഞ്ഞിട്ടുള്ള പോസ് വജ്രാസൻ. ഇവിടുന്ന് ട്രാൻസിഷനിങ് എളുപ്പമാണ്. കാൽപാദങ്ങൾ അങ്ങനെ തന്നെ. നീസ് ഒന്നിപ്പിക്കുക, കൈകൾ തൊടയിൽ വയ്ക്കുക, ബാക്ക് സ്ട്രെയിറ്റ് ആക്കി ഇരിക്കുക. ഇത് നമ്മളുടെ ഡൈജസ്റ്റീവ് സിസ്റ്റത്തിന് വളരെയധികം നല്ല ഒരു പോസാണ്. സോ ആസിഡിറ്റി, ഹാർട്ട് ബേൺ എന്നതിനൊക്കെ നല്ലൊരു പോസാണ്. കണ്ണടയ്ക്കുക ആൻഡ് സിംപ്ലി ഒബ്സർവ് യുവർ ബ്രീത്തിങ്. നിങ്ങളുടെ ബ്രീതിങ് മാറ്റേണ്ട ഒരാവശ്യമില്ല. എങ്ങനെയാണോ നിങ്ങളുടെ ബ്രീതിങ് ഉള്ളത് അതിനെ ഒന്ന് ഒബ്സർവ് ചെയ്തിരുന്നാൽ മതി. ആദ്യമായി നമുക്ക് ബാലാസനിലിരിക്കാം, അല്ലെങ്കിൽ ചൈൽഡ്സ് പോസ്. അതിന് ഈ സമയത്ത് നീസ് നല്ല സെപ്പറേറ്റ് ചെയ്ത് വയ്ക്കുന്നതായിരിക്കും നല്ലത്. മുട്ടുകൾ സെപ്പറേറ്റ് ചെയ്ത് ടോസ് ടുഗെദർ, കാലിൻ്റെ പെരുവിരൽ രണ്ടും കോർത്ത് വയ്ക്കാം. എന്നിട്ട് ഹീൽസ് അപ്പാർട്ട്, രണ്ട് ഉപ്പുറ്റിയുടെയും ഇടയിൽ നമ്മൾ ഇരിക്കണം. അഗൈൻ നീസ് വിടർത്തി വയ്ക്കുക. കഴിയുമെങ്കിൽ ഒരു ചെറിയൊരു തലേണ യൂസ് ചെയ്യാം. ഇങ്ങനെ ലെങ്ത് വൈസ് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൽ കുറച്ചും കൂടെ സപ്പോർട്ടും കംഫർട്ടും ഒക്കെ കിട്ടും. So then stretch your hands out and lie down on the pillow. ഒരു കോഷൻ വേണം. നിങ്ങൾക്ക് ആ തലേണ ഹഗ് ചെയ്തുകൊണ്ടും റിലാക്സ് ചെയ്യാം. ഇത് നമ്മളുടെ ബോഡിയിലെ സ്ട്രെസ്സും കുറയ്ക്കും, നമ്മളുടെ ബ്ലഡ് സർക്കുലേഷനും കൂട്ടും. അടുത്തതായി വിപരീത് കർണി ഓർ ലെഗ്സ് അപ്പ് ദ വാൾ. ഇതൊരു എക്സ്ട്രീംലി റിലാക്സിങ് പോസാണ്. ഒരു ചുമരിൻ്റെ സഹായം വേണ്ടി വരും. വെരിക്കോസ് വെയിൻസിൻ്റെ സിംറ്റംസ്, ലെഗ് ക്രാംസ്, കാലിൻ്റെ പലതരം വേദന, ഫീറ്റ് സ്വെല്ലിംഗ് എല്ലാത്തിനും വേണ്ടിയിട്ട് ഇത് നല്ലൊരു പ്രാക്ടീസാണ്. സോ ഓവറോൾ റിലാക്സേഷൻ ആൻഡ് സ്ട്രെസ് റിഡക്ഷൻ, നിങ്ങളുടെ മൂഡ് സ്വിങ്സിനും ഒക്കെ. സോ അതിനായിട്ട് നിങ്ങളുടെ ഹിപ്പ് ഒരു വാളിൻ്റെ സൈഡിലേക്ക് കൊണ്ടുപോകാം, ടച്ച് ചെയ്ത് വയ്ക്കുക. കിടക്കുക സൈഡിൽ. എന്നിട്ട് മെല്ലെ കാലുകൾ രണ്ടും പൊക്കി ചുമരിലേക്ക് വയ്ക്കുക അടുപ്പിച്ച്. ശേഷം കൈകൾ ശവാസനിലോ അല്ലാന്നുണ്ടെങ്കിൽ നമ്മളൊരു ബീച്ചിൻ്റെ ചെയറിലൊക്കെ ഇരിക്കുന്ന പോലെയോ വയ്ക്കാം. കൈകൾ തലയുടെ പുറകിലേക്കോ വയ്ക്കാം. ഏതാണോ നിങ്ങൾക്ക് കൂടുതൽ റിലാക്സിങ് ആയി തോന്നുന്നത് ആ പോസിൽ കൈവയ്ക്കാം. റിലാക്സ് ഹിയർ. ഇതൊരു 20 മിനിറ്റ്സോളം ചെയ്യുന്നത് വളരെയധികം ബെനിഫിഷ്യൽ ആയിരിക്കും. അത് കഴിഞ്ഞ് ഉറപ്പായും നിങ്ങൾ ചെയ്യേണ്ട പോസ് ശവാസൻ. സോ കാലുകൾ റഫ്ലി മാറ്റിൻ്റെ അതേ വിഡ്ത്തിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ ഹിപ്പിനെക്കാട്ടിലും കുറച്ചധികം വിഡ്ത്തിൽ വയ്ക്കുക. കാലുകൾ നല്ലോണം വീഴട്ടെ. രണ്ട് പാദങ്ങളും ലൈ ഡൗൺ ഓൺ ബോത്ത് സൈഡ്സ്, റിലാക്സ്ഡ്. കൈകൾ ബോഡിയുടെ അടുത്തുനിന്ന് കുറച്ച് ദൂരത്തിൽ വയ്ക്കുക, പാംസ് ഫേസിങ് അപ്പ്. കംപ്ലീറ്റ്ലി റിലാക്സ് യുവർ ബോഡി. നമ്മളുടെ കാൽപാദം തൊട്ടിട്ട് തല വരെ ഓരോ പാർട്ടും റിലാക്സ്ഡ് അല്ലേ എന്ന് നോക്കി എല്ലാ പാർട്ടും മസിൽസ് റിലാക്സ് ചെയ്യാം.